ചെറ്റത്തരം എന്ന് പറഞ്ഞാൽ ചെറ്റക്കുടിയിൽ ജീവിക്കുന്നതിന്റെ ജീവിതമാണ്. അവനെ സംബന്ധിച്ചുള്ള അത് നമ്മളെക്കാൾ ഒട്ടും മോശമല്ല. അവന്റെ ജീവിതാനുഭൂതികൾ, ഓർമ്മകൾ മുഴുവനും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ചില നേതാക്കന്മാർ, ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ പോലും അധികാരം കിട്ടിക്കഴിയുമ്പോൾ പതുക്കെ സ്വയം സവർണനും ഫ്യൂഡലുമാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ ചെറ്റത്തരം കാണിച്ച പിന്നെ ചെറ്റത്തരം കാണിച്ച പിന്നെ ചെറ്റാന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കും എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. തിരുത്തി കൊടുക്കാനായില്ല. ചുറ്റുപാടും ആളുകളുണ്ട്, ബുദ്ധിമാന്മാരായ സംസ്കാര സമ്പന്നരായ കവിതയും കഥയും ഒക്കെ എഴുതുന്ന എഴുത്തുകാരൊക്കെ ചുറ്റും പറ്റിക്കൂടി നിൽക്കുന്നുണ്ട്. സാർ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. സാർ ഇത് പറയരുത്. നമ്മുടെ പാർട്ടി ഈ ചെറ്റക്കുടിൽ താമസത്തിന്റെ വോട്ട് കൊണ്ടാണ് നമ്മുടെ പാർട്ടി ലോകത്തിൽ ആദ്യമായിട്ട് അധികാരമേറ്റിയ പാർട്ടിയായി മാറിയത്. നാറി എന്ന് വിളിക്കുക. വേർത്തവന്റെ കളിപ്പേരാണ് നാറി. ഫ്യൂഡൽ സപ്പർ മഞ്ചക്കട്ടിലിരിക്കുമ്പോ പറമ്പിൽ പണിയെടുത്തു വരുന്ന അവനെ നാറി എന്ന് സംബോധന ചെയ്യുന്ന ഒരു മോളിലിടുന്നുള്ള സംബോധനയാണ്. പരനാറി എന്ന് വെച്ചാൽ മലം ചുമക്കുന്നവനാണ്, പരമമായ നാറ്റമുള്ളവൻ. 1950 തന്നെ തകഴി ശിവശങ്കരപ്പിള്ള തോട്ടിയുടെ മകൻ എന്ന് പറയുന്ന നോവൽ എഴുതി ഈ പരമനാറ്റമുള്ളവന്റെ നായകസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. ഇവനും മനുഷ്യനാണ്, അവന്റെ ജീവിതത്തിന്റെ നായകൻ അവനാണ്, നമ്മളല്ല എന്ന് പറഞ്ഞു തരാൻ ശ്രമിച്ചു മലയാളികൾക്ക്. നമ്മളതൊന്നും പഠിച്ചില്ല. നമ്മുടെ ശകാര ശബ്ദ താരാവലിയിൽ നമ്മുടെ പ്രധാനപ്പെട്ട പദങ്ങൾ ഇതൊക്കെയാണ്. ഈ പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് വെടിവെക്കുന്ന ഈ പദങ്ങൾ കൊണ്ട് നമ്മൾ അമ്മാനമാടി രസിക്കുകയാണ് അറിയാതെ. അത് രാഷ്ട്രീയ നേതാക്കന്മാർ മുതൽ സാംസ്കാരിക നായകന്മാർ മുതൽ എല്ലാവരും ഇത് പറയുന്നു. ഈ വാക്കിന്റെ പേര്, ഈ വാക്കിന്റെ രാഷ്ട്രീയം, ഈ വാക്കുണ്ടാക്കുന്ന വേദനയെ പറ്റിയാണ് അർമാൻഡോ മക്കിയ 25 ലക്ഷം രൂപയ്ക്ക് പറഞ്ഞു കൊടുത്തത്. നിങ്ങൾ വെറുതെ ഒന്ന് ചൂണ്ടിയാൽ മതി, ഒരു കുഞ്ഞിന് വേദനിക്കും.